نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവേ, നിയമനിർദ്ദേശന വിധിവിധാനത്തോ പാലനാക്കിയിട്ട് പ്രായോഗികരിച്ചിട്ട് യഥാർത്ഥ മുത്തഖി യഥാർത്ഥ മുഅ്മിനായിട്ട് ജീവിക്കൂ. എല്ലാവരും പ്രതി ഒരാളും പരിശ്രമിക്കണോ ചെന്നിട്ട് ഒന്നാമതായിട്ട് എൻ്റെ നഫ്സിനെ മറക്കാണ്ട് എല്ലാവരും വസിയത്താണ്. അള്ളാഹു അത്രയും നല്ല ആലമാറട്ട് ഗുണങ്ങളെ എല്ലാവരെയും ചേർപ്പാടുത്ത് അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും പ്രവേശിതത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യന്മാർക്ക് ഇത്രമാ അനുഗ്രഹത്തെ ചൊരിഞ്ഞു തന്ന ആ നിഅമത്തുള്ള അനുഗ്രഹത്തെ ഞങ്ങളെ കൊണ്ട് കണക്കാക്കി തീർക്കുക സാധ്യമല്ല. ഞങ്ങളെ സ്വന്തം തടികാവട്ടു, ഞങ്ങളെ റായത്തിലാവട്ടു, അള്ളാഹു തന്ന നിയമത്ത് ധാരാളമായിട്ട് അത് ഒരാൾക്കും എണ്ണി തീർക്കാൻ സാധിക്കും. ഇത്ര നിയമത്തെ അപ്പൊ ആ നിയമത്തിൽ അള്ളാഹു ഞങ്ങൾ ഡെയിലി ശുക്രാക്കണം. എല്ലാവർക്കും ഒരേപോലെ നിയമത്തിൽ കിട്ടിയിരിക്കണമെന്നില്ല. തെളിയാറിക്ക് പൊറോടി ഒരാൾ പാവത്തങ്ങളെ എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണ. ഭൂമിയിൽ ആരും ശാശ്വതമായിട്ട് ജീവിക്കുകയില്ല. ഒരു നാൾ എല്ലാവരും ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് അവന്റെ
മുട്ട പോകുന്നു. അത് കഴിച്ച് ആ മലക്കുൽ മൗത്ത് ഞങ്ങളെ മുട്ട ബണ്ടത് മുന്നളയിച്ച് ഞങ്ങളെ കൊണ്ടുത്തു എത്ര അള്ളാഹു ശുക്രാക്കും ഇബാദത്തെടുക്കും എല്ലാ അമലുസ്വാലിഹാത്തും ആക്കിയിട്ട് അള്ളാഹു മുട്ടാവും ഞങ്ങൾ പ്രയത്നം. അള്ളാഹു ആ വിഭാഗത്തിൽ ഞങ്ങളെ സേർപാടി അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്മാരുടെ മേലിൽ യാറെ കഡ്ഡായമായ കർത്തവ്യം എന്തിനു വെച്ചെന്നെങ്കിൽ അള്ളാഹുരെ തൗഹീദിനെ അറിയരുത്. പിന്നെ അതിന് വിരുദ്ധമായിട്ടുള്ള ഷിർക്ക്, മൂഢനമ്പിക്ക, ബിദഅത്ത് ഇതിൽ നിന്നെല്ലാം ദൂരാവുന്നത്. ഇതിനാണ് കർത്തവ്യമായിട്ട് നിങ്ങൾ കഡ്ഡായിട്ട് തൗഹീദ് എന്തിനേലും ഒന്നാമത് നിങ്ങൾ അറിയും. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അറിയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനേ ചെന്നിട്ട് ദുനിയാവിലും ഏതെല്ലാം നോളേജ് മനുഷ്യന്മാർ പഠിക്കുന്നത് ആ എല്ലാ നോളേജ് പഠിക്കുന്നതിനെക്കാളും പ്രഥമ ആദ്യത്തെ ഒന്നാമത്തെ സ്ഥാനം തൗഹീദ് പഠിക്കുന്നത് കൊണ്ട്. എന്നാൽ തൗഹീദ് എന്തിനോ ഷിർക്ക് എന്തിനേ ഞങ്ങൾക്ക് പഠിക്കുക. തൗഹീദ് ഇല്ലാണ്ട് ഒരുത്ത മൗത്തായിട്ട് പോയെങ്കിൽ അവനൊരു സ്വർഗ ഹറാമായിരിക്കും, നരക കഡ്ഡായമായിരിക്കും. അത് ഞങ്ങൾ പഠിച്ച അത് പഠിച്ച് തീരുകയില്ലേനു ഞങ്ങൾ പഠിച്ചുകൊണ്ടേക്കോ. ഞങ്ങൾ വിദ്യാർത്ഥിമാരെ അതേപോലെ ഖുർആൻ പഠിക്കരുത്. ആ ഖുർആൻ ഓരോ ആയത്തും ഞങ്ങൾ എടുത്തു നോക്കുമ്പോ ഓരോ ആയത്തിനും അള്ളാഹുവിന്റെ വിഷയത്തിൽ പരിചയാക്കി, നബിയുടെ വിഷയത്തിൽ പരിചയാക്കി, നല്ല സ്വഭാവത്താളന്മാരുടെ വിഷയം പരിചയാക്കുന്നു, ചരിത്രങ്ങൾ ചെണ്ട് നബിമാരെ ചരിത്രം അതെല്ലാം ഞങ്ങൾക്ക് ഒരു പാട്ടായിട്ടുള്ള പഠിപ്പാട്ട്. അപ്പൊ ഖുർആനും പഠിക്കുന്നു, ഖുർആന് തൗഹീദ് ഖുർആന്റെ മുഖാന്തരം പഠിക്കുന്നു, നബിയുടെ സുന്നത്തിന് മുഖാന്തരം പഠിക്കും. പുറത്തേക്ക് തൗഹീദ് ഇല്ലെങ്കിൽ അള്ളാഹുവിനെ കൈവിട്ടെങ്കിൽ ആകാശത്തിൽ എനിക്ക് കീഴ് ഗുണമുണ്ടെങ്കിൽ ഒന്നാവനെ പക്ഷിക എടുത്തോണ്ട് പോവും, ഇല്ല കാത്തോണിത്ത് എവിടെ കൈടും. തൗഹീദില്ലാത്തോ അള്ളാഹുവിനെ അറിയാണ്ട് പഠിച്ചവനെ മറന്നിട്ട് കൈമുട്ടിട്ട് ജീവിച്ചവന്റെ അവസ്ഥയിലേക്ക് ഖുർആൻ പരിചയമാക്കി. തൗഹീദ് ചെല്ലത് ഇസ്ലാമിന്റെ അടിപ്പായി ഫൗണ്ടേഷനായിത്തേക്ക്. ഒരു ബിൽഡിംഗ് ഞാൻ കെട്ടുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ എന്തായി പോകും? ആ ബിൽഡിംഗ് കുറെ നാൾ പോലും. അതേപോലെ തൗഹീദ് ഞങ്ങളെ ഇസ്ലാമിലെ തൗഹീദ് ഇസ്ലാമിലെ അടിപ്പായിട്ട് ഫൗണ്ടേഷനായിട്ട് തൗഹീദ് ഇല്ലാണ്ട് അള്ളാഹു ഏതൊരു കാര്യവും സ്വീകരിക്കില്ല. ഒരു അമൽ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണം അള്ളാഹു തൗഹീദ് ഇല്ലാത്ത അമൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ടൈമിലും ഒരു നിമിഷത്തും കൂടെ തൗഹീദ് വിട്ടുള്ള തീരണം. എന്തെല്ലാം വിശ്വാസം ഞങ്ങളുടെ സമുദായത്തിൽ കണ്ട് വേറെ വേറെ ടൈപ്പിലെ വിശ്വാസം, പുതിയ പുതിയ വിശ്വാസം കൊണ്ടുണ്ടാണ്. ഞങ്ങൾ ഏത് വിശ്വാസം വന്നെങ്കിലും ഞങ്ങളെ മനസ്സിലുള്ള ഈമാൻ അത് ദൃഢമായിട്ടിരിക്കണം. അപ്പുറം ഇപ്പുറം പന്തതീര അത് മരിക്കോടത്തോളം ഞാൻ അള്ളാഹുവിനെ വിട്ടു സൃഷ്ടിനൊട്ടും ദ്വാരക്കല, അള്ളാഹുവിനെ വിട്ടു ഒരു അള്ളാഹുവെ സൃഷ്ടിനൊട്ടു ഞാൻ പ്രാർത്ഥനാക്കൾ ഇബാദത്തെടുക്കല ദ്വാരക്കല ചെന്നിട്ട് ദൃഢസങ്കൽപ്പാക്കം പ്രതിജ്ഞാക്കും. അങ്ങനെ ഈ തിക്ര നബിമാരെല്ലാം ചെന്നോട്ട് ബന്ധു, നബിമാരെല്ലാം സമുദായത്തിൽ ചെന്നോട്ട് വന്നത് നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കണം, അള്ളാഹു ശിർക്കാക്കണ്ടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രത്തോളം വിലയും സ്ഥാനമാനവും എല്ലാം ഇങ്ങോട്ട് വിളിച്ചിട്ട് പുകഴിയോൺ പ്രശംസിക്കണമെന്നാണ് നബിയിലും. അതിന് തൗഹീദ് ചെന്നിട്ടാകുമ്പത്തേക്ക് അങ്ക് വേണ്ട താളായി പോയിട്ട്, അങ്ക് മജ്നൂനായി പോയിട്ട്, അതേപോലെ കവിയായിട്ട്. തൗഹീദ് ചെന്ന് എവിടെയും കൂരമാലിട്ട് താഴെ സ്വീകരിക്കണം. എതിർപ്പ് വരും, എന്തെങ്കിലും എതിർപ്പ് എവിടെയും ഞങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം സ്വഹാബാക്കന്മാരും എങ്ങനെ ഉറച്ചിട്ട് കെട്ടിയിട്ട് നിன்றாரு. അതുപോലെ മദീനത്ത് പോയ പിന്നെ മരിക്കോടത്തോളം നബിയും സ്വഹാബാക്കന്മാരും ഈ തൗഹീദിന് കെട്ടി നിന്നിട്ട് അങ്ങ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളന്മാരായിട്ട് മരണപ്പെട്ടു പോയില്ലേ. അള്ളാഹു എന്ത് ദുനിയാവിൽ മനുഷ്യന്മാരെ സൃഷ്ടിച്ചോ, അള്ളാഹു ചെല്ല
ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും രണ്ട് ഇബാദത്തെടുപ്പുകളെല്ലാം ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്ത് കൊടുക്കണം ഇബാദത്ത്. അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കും. ദുനിയാവിലെ ബിസിനസ്സും കച്ചവടവും ദുനിയാവും വേണോ എന്നെങ്കിലും ആ തൗഹീദിനെ മറന്നിട്ട്, ഇബാദത്തിനെ മറന്നിട്ട്, നിസ്കാരത്തെ മറന്നിട്ട്, സ്വാലിഹായ അമലിനെ മറന്നിട്ട് ഏതൊരു കച്ചവടവും വേണ്ട, ഏതൊരു ബിസിനസ്സും വേണ്ട, ഏതൊരു ഫാമിലി ലൈഫും വേണ്ട. തൗഹീദ് മറന്നിട്ടുള്ളതായി ഒരു സ്വരം ഞങ്ങളിൽ നിന്ന് ഉണ്ടാവത്തില്ല. ഇബാദത്ത് റബ്ബുക്ക് കറക്റ്റായിട്ട് ടൈമാമ്പത്ത് കാണിങ്ങ പള്ളിക്ക് പറഞ്ഞു. ഏതെല്ലാം ഇബാദത്ത് അല്ലാഹു ആക്കുകൊണ്ട നബി പഠിപ്പാടെ മാതൃ സ്വീകരിക്കണു. അതല്ലാണ്ട് നിന്റെ ഇഷ്ടം വന്ന പോലെ ഞാൻ ജീവിக்கிறോ, ഇന്നത്തെ ഇഷ്ടം വന്ന പോലെ അവന് ജീവിக்கிறോ, അവന് ഇഷ്ടം വന്ന പോലെ പിന്നോട്ട് ജീവിക്കുന്നതാവില്ല. ആളന്മാർക്ക് സന്മാർഗത്തിൽ നിന്ന് എപ്പോഴും ഈ ഹക്കിൽ നിന്ന് സന്മാർഗമായി നേരായ മാർഗം ഉണ്ടല്ലോ, ഈ തൗഹീദിന്റെ മാർഗ, അതിൽ നിന്ന് തിറക്കപ്പാട്ട് ശൈത്താൻ എപ്പോഴും പ്രയത്നിക്കൊണ്ടിരിക്കണം. അവന് എല്ലാ നാളും അവന്റെ ഡ്യൂട്ടിയെ മനുഷ്യന്മാരെ ഇങ്ങനെ തീർക്കപ്പാട്ടണം. എങ്ങനെ ഹക്കിൽ നിന്ന് ബാത്തിൽ കൊമ്പോണം, എങ്ങനെ ഫാമിലി ലൈഫ് വിടക്കാക്കണം, അവನು അതിന് പ്രയത്നാക്കിയോണം. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിൽ ഖലഖതു ഇബാദി ഹുനഫാഅ കുല്ലഹും വഇന്നഹും അതതുഹും അശ്ശയാത്തീൻ ഫജിതാലതുഹും അൻ ദീനിഹിം. മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ അടിമമാരെ ശുദ്ധമായ തൗഹീദിലായിട്ട് സൃഷ്ടിച്ചു. എല്ലാ മക്കയും ദുനിയാവിന്റെ മേൽ ജനിച്ചു വരുമ്പോ തൗഹീദ് പ്രകൃതിയിലെ ദീനായിട്ടുള്ള ആ ദീനിലായിട്ട് ജനിച്ചു വരണം. പിന്നെ നിങ്ങൾ ഉമ്മയും അബ്ബയും ഒന്ന് നസ്രാണിയാക്കുറാറ്, അല്ലെങ്കിൽ യഹൂദിയാക്കുറാറ്, അല്ലെങ്കിൽ മജൂസിയാക്കുറാറ്, അല്ലെങ്കിൽ വേറെ ഏത് ദീന് കൊമ്പട്ട ജനിച്ചു വേണ്ട എല്ലാവരും തൗഹീദിലെ ശുദ്ധ പ്രകൃതിയിലായിട്ട് അങ്ങനെ ഞാൻ സൃഷ്ടിച്ചോ. പിന്നെന്താക്കുക, പിന്നെ ഷെയ്ത്താൻ കൊണ്ടിട്ട് പോണ്ട. ഷെയ്ത്താൻ പോയിട്ട് അവന് ഈ ദീനിൽ നിന്ന് തെറുതപ്പാട്ട്. ഇത് ഷെയ്ത്താന്റെ സ്വറ. അപ്പൊ അങ്ങനെ എത്രമാ പുതിയ പുതിയ ആശയം നമ്മുടെ സമുദായത്തിൽ വേണ്ടി. തൗഹീദ് വിരുദ്ധമായ സംഗതി വിഷയ ഒന്നു എന്ത് വെച്ചെന്നെങ്കിൽ കൊറിയെ നാള്, കൊറിയെ വാര, കൊറിയെ തിങ്ങൾക്ക് അപശക്കുണമുണ്ടോട് വിശ്വസിക്കാറ്, വിശ്വാസം വയ്ക്കാറ്. അക്കീതങ്ങളെ കൊറിയാളന്മാർ അക്കീതെന്ന് ഇങ്ങനത്തെ നാള് ശരിയില്ല, ഇങ്ങനത്തെ നാളില് ഞങ്ങൾ മങ്ങിയില വയ്ക്കോ തീരാ, ശുഭമായ ഒരു നല്ല കാര്യം വയ്ക്കോ തീരാ, ഈ വാരം നല്ല ഇല്ല, അതേപോലെ ഇങ്ങനത്തെ തിങ്കൾ നല്ല ഇല്ല, ആ നാളിൽ ഞങ്ങൾ സഫർ പോ തീരാ. ചെന്നിട്ട് മുഹറമിലും സഫറിലും രണ്ട് തിങ്കളിലും പ്രത്യേകമായിട്ട് ഞങ്ങളെ കമ്മ്യൂണിറ്റി, ഞങ്ങളെ സമുദായത്തിൽ ചുമ്മ താളന്മാർ വിശ്വാസം വെച്ചിട്ട് നാളിന്റെ വിടക്കേക്ക് കണ്ടത്തെ നാൾ നിസ്കരിക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ വയ്ക്കാൻ പോണില്ല. ഇങ്ങനത്തെ നാൾ നല്ല ഇല്ല. ഇപ്പൊ ഈ സഫർ തിങ്കളുടെ ലാസ്റ്റ് ബുധനാസ, അവസാനത്തെ ബുധനാസ നബിക്ക് പനി ബാധിച്ചിരുന്ന നാള് റബീഉൽ അവ്വൽ നബി മൗത്തായി പോയി, ഈ ദുനിയാവിൽ നിന്ന് വഫാത്തായി പോയി. റബീഉൽ അവ്വൽ 12. അപ്പൊ സീക്ക് ബാധിച്ചത് സഫർ തിങ്കളുടെ ലാസ്റ്റ് പതിനാസ്. അതിന് പ്രായത്തിലെ പേര് വെച്ചത് ഒടുക്കത്തെ പതിനാസ്. ലാസ്റ്റ് പതിനാസ് ഒടുക്കത്തെ പതിനാസ്. എന്താ അതില്ല ഇതില്ല, അത് നല്ല നാളല്ല, അങ്ങനെ ചുമ്മ അപനമ്പിക്ക അല്ലെങ്കിൽ അപശകുണ നല്ല അല്ലാത്ത നാളേക്ക് ചെന്നിട്ട് വിശ്വാസം വെച്ചിട്ട് അള്ളാഹുരെ കടൽ നിന്ന് നല്ല നാളുണ്ട് നിർണയിച്ച നാളുടെയും വെടക്ക് നാള് ചെന്നിട്ട് വിശ്വസിക്കണം കൊള്ളാൻ. സഫർ തിങ്കളിലും ഉണ്ട്, മുഹറം തിങ്കളിലും ഉണ്ട്. അങ്ങനെ കലണ്ടറിൽ ഓർത്തോളം എഴുതി വെച്ചാൽ ചെന്നെങ്കില് റമദാനിലും കൂടെ അപശകുണത്തെ നഹ്സിലെ നാളുണ്ടോ. അതേപോലെ ദുൽഹിജ്ജ തിങ്കളുടെ 1-10 ശ്രേഷ്ഠമായ നാളല്ലേ, അതിനിടയിലും അങ്ങനെ കലണ്ടർ ഞങ്ങളെ സമുദായത്തിൽ ശിർക്കും ബിദ്അത്തും കൊണ്ടുകൊണ്ട് അങ്ങനെ കലണ്ടർ നിങ്ങൾ പരിശോധന ആക്കോളൂ. അതിനെ നോക്കിയത് കൊണ്ട് ആ ചെല്ലോ അവിടെ അപശക്കുണ എഴുതി വെച്ചതാണ് നല്ലില്ലാത്ത നാള്. നഊദുബില്ല. അപ്പൊ ശൈത്താൻ എങ്ങനെ മനുഷ്യന്മാരെ തീർക്കപ്പാട്ട അവനുടെ കെണിയിൽ പരിയാളമാർ പോയിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് നഗ
എല്ലാ നാളും നല്ലതെന്ന് ചൊല്ലും. ಬೆಳಕು നാൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടേ ഇല്ല. എല്ലാ നാളും നല്ല നാള്, ಎಷ್ಟು നല്ല നാളിപ്പോ. അതുപോലെ ഏതുപോലെ പെരുന്നാൾ, രണ്ട് പെരുന്നാൾ നല്ല നാൾ. അതേപോലെ എല്ലാ വാർത്തലും നോമ്പടിക്കുക ചെന്നതായ ബാലാസിൻ തിങ്കളാസിൻ നബി വെളിപ്പാട്ടി അറഫറ നാള് ഹജ്ജിക്ക് പോയ ആജിമാര് അറഫൽ നിൽക്കുന്ന നാള് ഞങ്ങൾ കൂടെ നോമ്പടിക്കണം ദുലിജോലി പറയുന്നുണ്ട്. അതേപോലെ മൊഹറം വലിയും പോയി 10 ഇങ്ങനെ എത്ര നല്ല നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ചെന്നൊരു വെളിപ്പാട്ട്. റമളാൻ പരിപൂർണമായിട്ട് നല്ല നാൾ, അതിൽ അവസാനത്തെ 10 പിന്നെയും നല്ല നാൾ. ഇങ്ങനെ നല്ല നാളുണ്ടോ അതിങ്ങളെ ബെടക്ക് നാളുണ്ടോ ഒരു ലീസ്റ്റ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തന്നില്ല. അതുകൊണ്ട് ഞങ്ങ നല്ലില്ലാത്ത നാളുണ്ട് ഏ നാളുടെ നിർണയിക്കൊട്ടിയാണ്. സഫർ ചെന്നെങ്കിൽ ഹിജ്രി കലണ്ടർ പ്രകാരം രണ്ടാമത്തെ തിങ്കൾ. കൊറിയാളന്മാർ ഈ തിങ്കളില് കഷ്ട, വിപത്ത്, അനാഹുത എല്ലാം ഉണ്ടാവുന്ന തിങ്കളായിട്ട് ഭാവിക്കും വിചാരിക്കാറ്. അയങ്ങളെ ഇസ്ലാമിലോ അത് യാതൊരു പ്രമാണവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലത്തെ ഈ തപ്പ് വിശ്വാസത്തെ നിരാകരിച്ചു. അത് കീഴാൻ ചെന്നത് ലാ അദുവ വലാ തീറത വലാ ഹാമത വലാ സഫർ. സ്വന്ത പരിണാമ ഭീരതായ സോക്കില്ല, അപശകുണ ഇല്ല. ഇങ്ങനത്തെ ഒരു പക്ഷി, ആ പക്ഷിന് മുഖാന്തര ഇതാ ഒരു മുഴുനമ്പിക്ക ഞങ്ങളുടെ സമുദായത്തിലുണ്ട്, അതും ഇല്ല. അതേപോലെ സഫർ തിങ്കൾ വിഷയത്തിലുള്ളതായ അപശകുണവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കി ഹദീസ് പരിപാടി. അപ്പൊ അങ്ങനെ വിശ്വാസം വയ്ക്കുന്നത് മുടനമ്പിക്കയും അന്ധവിശ്വാസമായിട്ട് ഒരിക്കലും ഇസ്ലാമിലെ വിശ്വാസമല്ല. ഇസ്ലാമിലെ വിശ്വാസം എന്തോ ശുദ്ധമായ തൗഹീദ്. നല്ലതും വെളുപ്പും അല്ലാഹുവിൽ കണ്ടോ ഞങ്ങൾ ഈമാൻകാരത്തെ അവസാനമായിട്ടുണ്ടല്ലേ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറും അല്ലാഹുവിൽ. ഇത് ഞങ്ങൾ ഖദറിന്റെ മേൽ വിശ്വാസം, ഖലാ ഖദറിൽ വിശ്വാസം വയ്ക്കില്ല. ഞങ്ങൾ അത് ഈമാൻകാരി എണ്ണുമ്പത്ത് ചൊല്ലുക മാത്രമുള്ളതാ. കാലി അള്ളാഹുവിന്റെ മേൽ വിശ്വാസം വയ്ക്കണോ എണ്ണിട്ട് അവസാനമായിട്ട് ഖദർ മേൽ വിശ്വാസം വയ്ക്കണം. എണ്ണ കൊള്ളതല്ല, ദർസിൽ പഠിച്ചു മുണ്ടാണ്ടേക്കുള്ളതല്ല. ഞങ്ങളുടെ ലൈഫ് ലോങ് ആ വിശ്വാസം ഉണ്ടാവും. ഞങ്ങൾ ഫർള് നിസ്കരിച്ച് എന്താ വെച്ചാൽ اللهم لا مانع لما أعطيت ولا معطي لما منعت اللهم لا مانع لما أعطيت. അല്ലാഹുവേ നീ തന്നതിൽ തടയുന്ന ആരുമില്ല, നീ തടഞ്ഞതിൽ തണ്ടവണം ആരുമില്ല. രണ്ടാമത്തെ ഭാഗം. അപ്പൊ ആ വിശ്വാസം ചെല്ലുന്നത് ദിക്റായി ചെല്ലുന്നത് മാത്രല്ല, നിസ്കരിച്ച പിന്നെ ഫർള് നിസ്കരിച്ച പിന്നെ ബായില് ഒരു ദിക്റായിട്ട് ചെല്ലുക മാത്രമുള്ളതല്ല. അത് ഞങ്ങളെ ഞങ്ങൾ പ്രതിജ്ഞ അല്ലാഹുവേ അള്ളാഹു വിളിച്ചു ആ പ്രതിജ്ഞ ഞങ്ങൾ ഇട്ടുപോകും. എപ്പോഴും ഉണ്ടാവും. ഒരു അഡൊരു പൂച്ച പോയ സാത്തേക്ക് കറുത്ത പൂച്ച തണ്ണി തേടി കൊണ്ട് പോയി ഞങ്ങൾ ചെല്ല, ഞങ്ങളുടെ കൊറിയാളുമാർ ചെല്ലാറ് ഇന്ന് നല്ല ഇല്ല ഇന്ന് സഫർ യശസ്സാവല സഫറിന്റെ ബെടക്കൈറ്റ് പെരുകൊണ്ടു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷിങ്ങ കരയുന്നത് കേട്ടെങ്കിൽ സൗണ്ടാക്കുന്നത് കേട്ടെങ്കിൽ അതൊരു തീരുമാനം. ഇങ്ങനെ വേറെ വേറെ ടൈപ്പ് അപനമ്പിക്കയും അന്ധവിശ്വാസം മൂഢനമ്പിക്കയും അതിൽ മുങ്ങിയിട്ടുള്ള ഞങ്ങളുടെ സമുദായം. ഞങ്ങളുടെ ബാധ്യത തൗഹീദിന്റെ ആളന്മാരും ഈ തൗഹീദിന്റെ സന്ദേശം ഞങ്ങൾ മാത്രം സ്വീകരിച്ച നീ ആളന്മാർക്ക് എത്തുമാട്ടോ കാര്യക്രമാക്കിയിട്ട് പബ്ലിക്കിന്. അതേപോലെ സോഷ്യൽ മീഡിയ കൊണ്ട് ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എത്രമാ ഞങ്ങൾക്ക് മെസ്സേജ് പണ്ട്, എത്രമാ സ്പീച്ചിങ് പണ്ട്, എത്രമാ ടെസ്റ്റിങ് പണ്ട്, എത്രമാ ഇമേജിങ് പണ്ട്. അതില് ഇങ്ങോട്ട് കടുത്തു കൊടുക്കറോ ശിർക്കിനുള്ളവനു ഒരു വീഡിയോ കടുത്തു കൊടുക്കറോ നല്ല തൗഹീദ് സ്പീച്ചിനോ ഇത് ഒരു ഓഡിയോ കടുത്തു കൊടുക്കറോ ഇത് കേട്ടിട്ട് ദീൻ പഠിക്ക്. അത് ഞങ്ങളെ ബാധ്യത. സമുദായ ശിർക്കിൽ പുതിയ പുതിയ ടൈപ്പ് ശിർക്കും ബിദഅത്തും സമുദായത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോ അന്ധവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ ആളന്മാരെ ബച്ചവാക്കേണ്ടത് ഞങ്ങളുടെ മേലുള്ള ബാധ്യതയായിട്ട്. ജാഹിലിയ കാലത്തില് അറബി രംഗ സഫർ തിങ്ങല് മങ്കില വയ്ക്കുന്നത് തപ്പാട്ടിടിനാണ്. അതേപോലെ കച്ചവട ബിസിനസ് തുടങ്ങുന്നതിന് മുൻകൂടി ഒടിനാർ, നെക്സ്റ്റ് ഒരു ടൈം വെച്ചൊടിനാർ. അതേപോലെ സഫർ പോണ്ടതില്
റദ്ദാക്കി വിടുന്നതാണ്. ഏത് തിങ്കളിൽ? സഫർ തിങ്കൾ. ജാഹിലിയ കാലത്ത് എന്തിനു ചെന്നെങ്കില് ആ തിങ്കളുടെ ದುರದೃಷ್ಟമായ ತಿಂಗಳು ದುರದೃಷ್ಟ ನಂಬಂತಂಡ ತಿಂಗಳು ನಂಬಿಯೋಡಿನ ವಿಶ್ವಾಸ ആയെങ്കിൽ അള്ളാഹു മുസ്ലിമീങ്ങൾ മോമിനീങ്ങൾ വിശ്വാസത്തെ എങ്ങനെ ചെല്ലാ? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. സൂറത്ത് തൗബ 51-ാമത്തെ ആയത്ത്. നബിയെ നീ ചൊല്ലോ, സമുദായത്തെ ഘോഷണാക്കും. നബിയെ എന്ത് ഘോഷണാക്കും? ലൻ യുസീബനാ, ഒരേ ഒരു മുസീബത്തും പണ്ടില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, നമുക്ക് അള്ളാഹു എഴുതിയതല്ല. ഞങ്ങളെ പേരില് ഇങ്ങനത്തെ ഒരു സീക്ക് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു മുസീബത്ത് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു മുഷ്കിൽ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് പറഞ്ഞു, അള്ളാഹു തീർമാനാക്കിയത് അവന്റെ റെക്കോർഡിൽ അവനുമായിട്ട് കതിറിൽ എഴുതിയതല്ലാണ്ട് ഒരാൾക്കും പറയാൻ സാധ്യമില്ല. ഇത് ഈമാൻ മുഅ്മിനീങ്ങൾ വിശ്വാസങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിത്തിക്ക് നല്ലതും വെളുപ്പും തണ്ടവനും ചെയ്തത് ആ വിശ്വാസം. സീക്ക് പറഞ്ഞ ചൊട്ട ടൈം ആയിട്ട് ശിഫമേ ആവില്ല. അപ്പ എന്നാക്കളാർ മനുഷ്യന്മാർ ആരാ വന്ന് ചെന്നാൽ ഡോക്ടർ മുട്ട പോയിട്ട് എല്ലായിട്ട് ആരോ വന്ന് ചെന്നാൽ ഇങ്ങനത്തെ ദർഗത്തിന് ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മന്ത്രവാദികൾ, ഇങ്ങനത്തെ ജ്യോതിഷമല്ല, അവന് ശിഫ ഒരു തെല്ല് പോയിപ്പാ ഇത്തരം അങ്ങനെ ചെന്നിട്ട് ആളമാരെ തീർന്നപ്പാട് ഷെയ്ത്താന്റെ മുഖാന്തരം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 13 വർഷം സൂക്ക് പാലിച്ചു. അള്ളാഹുവിനെ മോചിതത്തുള്ള നബി, അള്ളാഹു ഐക്യാക്കിയ നബി, അള്ളാഹുവിൽ നിന്ന് കടത്തപ്പെട്ട് അള്ളാഹു കടത്തിയതായ നബിയെ ദിക്റ് എല്ലാ നബിമാരും അള്ളാഹു പ്രത്യേകമായി ചൂസാക്കുക. എന്നിട്ട് 14 വർഷത്തോളം അല്ലെങ്കിൽ 13 വർഷത്തോളം വന്ന സീറ്റ് മക്ക വിട്ടുപോയാറ്. ഒരു പെഞ്ഞായാലും വിട്ടു, ബാക്കി എല്ലാവരും വിട്ടുപോയാറ്. എന്നിട്ടോ ആ അയ്യൂബ് നബിന്റെ ബായിൽ നിന്ന് അള്ളാഹുരെ കടകല്ലാണ്ട് അള്ളാഹുട്ട് ഉമീദ് വയ്ക്കല്ലാണ്ട് ഒരു പലക്ക ഒരു വേർഡ് ಬಂತಿಲ್ಲ. ആ അങ്ങേക്ക് മാതരി, ആ നബിമാർക്ക് മാതരി. ഏതെങ്കിലും പ്രായത്തിലുള്ള ജ്യോതിഷന്മാരല്ല, ഏതെങ്കിലും ദർഗത്തിലുള്ളതല്ല, ഏതെങ്കിലും മുസ്ലിയാക്കന്മാരല്ല ഞങ്ങൾക്ക് മാതരി. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക നബിയിലുണ്ട്. ആ നബി കാട്ടിയ വിശ്വാസത്തെ പൊട്ടത്തു പുതിയൊരു വിശ്വാസത്തെ കിടക്കണങ്ങ് പോയെങ്കിൽ ഞങ്ങൾ ആഖിറത്ത് നരകത്തിലും കങ്കാലും ചിന്താജനകമായ അവസ്ഥയിലായി പോകും. അള്ളാഹു ഞങ്ങളോ മരിക്കലോടത്തോളം തൗഹീദിനെ ജീവിച്ചിട്ട് തൗഹീദിനെ മരിക്കും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തിരുസത്ത മുഅ്മിനീങ്ങളെ, സഹോദരന്മാർ, എല്ലാവരും തഖ്വയുള്ള നയിച്ച് ജീവിക്കണം. ചെന്നിട്ട് ഇനോർക്ക് നിങ്ങളെ ഇതില് വസിയത്താക്കരെ അള്ളാഹു അത്രയും നല്ല ആളുമാറട്ടുകൂ ഞങ്ങളെ செயல்பாடு അനുഗ്രഹിക്കട്ടെ. അപ്പൊ മുന്നത്തെ കാലത്തില് ഇന്നോ ജാഹിലിയത്ത് വിശ്വാസം മനസ്സിലാക്കിയ സഫർ തിങ്ങൾ ഇണ്ടും കൂടെ ഒരാളന്മാർ സഫർ തിങ്ങളിൽ അതേ ജാഹിലിയത്തിലെ വിശ്വാസം എടുത്തോണ്ട് വന്നതാണ്. മങ്ങിയറിക്കു തീര, അകകെട്ടോ തീര, ഔത്തുര ശങ്കുസ്ഥാപന അല്ലെങ്കിൽ അക ഒക്കൽ പുതിയൊരു കച്ചവട തുടങ്ങുതീര ചെന്നിട്ട് ഇന്നത്തെ ആ ജാഹിലിയ വിശ്വാസം ഇന്നും ഒരാൾ മാറിട്ടുകൊണ്ട് ഇതെല്ലാം ഇസ്ലാമിന്റെ ബോധനയിൽ ഇസ്ലാമിന്റെ പ്രമാണത്തിന് വിരുദ്ധമായ നമ്പിക്കൈ അള്ളാഹു നബി ഇസ്ലാം ചൊല്ലി അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ, അത്തീറത്തു ശിർക്കുൻ 3 വട്ട റിപ്പീറ്റ് ആക്കി. ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദിയുടെ റിപ്പോർട്ടാണ്, ഹദീസ് ആയിട്ട്. അപശകുനത്തെ നമ്പിക്ക ഉണ്ടല്ലേ ശിർക്കായി. അള്ളാഹു ഒന്നൊരു നല്ലതേണ്ട് വെച്ചിട്ടുണ്ടോ നിൽക്കുമ്പോ അവിടെ നല്ലില്ലാണ്ട് ഫിക്സ് ആക്കും. അപ്പൊ അങ്ങനെ ബെടക്കായിട്ട് നിർണയിക്കോ നാളുണ്ടോ അത് അള്ളാഹു പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ല കുദ്സിയായ ഒരു ഹദീസില് അള്ളാഹു
സുബ്ഹാനഹു വ തആല ചെന്നദൈತಿ ಕಾಲ ಚೆಲ್ಲದು ನಾನೈತಿಕ್ರೆ ಅನದ್ದಹ ನಾನೈತಿಕ್ರೆ ಕಾಲ ನಾನೈತಿ ಜಾವ ಪೋಲ ಚೇಂಜ್ ಆಕಿಕೊಂಡದು அதுக்கு லா தசுப்பு தஹர் நீங்க காலத்தை பறையണ്ട கால நானೈತಿಕ್ರೆ ஜாவம் போல சேஞ்ச் ஆகி கொண்டவನು ಟೈಮ್ல ಫಿಕ್ಸ್ ಆದ್ರವನು ವಾರத்தை கொண்டவನು ತಿಂಗಳ கொண்டவನು ವರ್ಷத்தை கொண்டவನು ಎಲ್ಲ ಅಲ್ಲಾಹ್ ಐತಿಕ್ರ അതുകൊണ്ടിತ್ತು ഞങ്ങൾ കാലത്തെ പറഞ്ഞെങ്കിൽ അള്ളാഹുടെ പറഞ്ഞു അതിന് സമാധാനമായിട്ട് ഈ വിഷയം ഞങ്ങളുടെ അർത്ഥാക്കണം മനസ്സിലാക്കണം. അപ്പൊ ഏതൊരു ഞങ്ങളുടെ സമുദായത്തിൽ വിശ്വാസമുണ്ട് അന്ധവിശ്വാസം അതിൽ നിന്ന് ആളന്മാരെ തൗഹീദ് കൊമ്പേണ്ടതായ ഡ്യൂട്ടി നാം പാടിച്ചെന്ന പോലെ ഞങ്ങൾ മേലോ സഫർ തിങ്കൾ നടക്കുക കൊറിയ ആചരണ ഇസ്ലാമൊരു യാതൊരു ആധാരവുമില്ല. കൊറിയ പ്രദേശത്തിൽ സഫർ തിങ്കളത്തെ കൊനിയ ലാസ്റ്റ് പൊതനാസന ചെന്ന പോലെ ആ നാളില് ഭയങ്കര മുസീബത്ത് ദുനിയാവ് പണ്ട് അങ്ങനെ വിശ്വാസം വയ്ക്കണം. അതേപോലെ ആ നാളിൽ വിശേഷമായ 4 റക്അത്ത് നിസ്കാരം, വിശേഷമായ ദുആ, അല്ലെങ്കിൽ കൊറിയ ആയത്തില് എഴുതിട്ട് അതിനെ കലക്കിട്ട് കുടിക്കണം. ഇങ്ങനത്തെല്ല അനാചാരങ്ങൾ വിദഗ്ധങ്ങൾ ഞങ്ങളുടെ സമുദായത്തിൽ നടന്നുകൊണ്ടുണ്ട്. ആരെങ്കിലും ഇങ്ങനത്തെ പുതിയ ആചരണം കൊന്നെങ്കിൽ ഇസ്ലാമിൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ദീന് പുതിയത് കൊന്നെങ്കിൽ, പുതിയതായ ഒരു ആചരണം, പുതിയതായ ഒരു ഏതെങ്കിലും ഒരു ആഘോഷാവട്ടെ, ഏതായെങ്കിലും പുതിയതായിട്ട് ഒരാൾ ദുനിയാവ് കൊന്നു കൊന്നെങ്കിൽ അതിനെ ഞാൻ റദ്ദാക്കണോ, തിരസ്കരിക്കണോ, അതിനെ നിങ്ങൾ ദൂരാവണോ ചെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാടിക്കും. പുതിയതിന് ജാഗയില്ല, ഇസ്ലാമിനോട് പുതിയതിന് ജാഗയില്ല. ഒരു ബിൽഡിംഗ് കെട്ടിട്ട് ആ ബിൽഡിങ്ങില് ഒരു കല്ല്, ഒരു 2-3 കല്ല് വയ്ക്കും, ഒരു ജാഗ ബാക്കി ഉണ്ടെങ്കിൽ നഗന്ന് ചെല്ലുക. ആ ബിൽഡിങ്ങിൽ ആ കല്ല് വയ്ക്കും, ബാക്കി ചെല്ലുക അല്ലെ, പൂർത്തിയായിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് ആ ബിൽഡിംഗ് ഒരു കണ്ടി വെച്ചിട്ടില്ല എന്ന് ചെല്ലുക. ഈ ഇവിടെ ഒരു കണ്ടി പറഞ്ഞല്ലേ ഈ ബിൽഡിങ്ങിൽ ചന്ത പൈര് ചെന്തല്ല ചെല്ലണ അല്ലേ. അതുപോലെ ഒരു ജാഗ ഇസ്ലാമിൽ ബാക്കിയില്ല. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകും. എന്തിനു ചെന്നോ? അള്ളാഹു ആയത്തിറക്കി കൊടുത്തില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ നാൾ നിങ്ങൾ ദീനെ പൂർത്തിയാക്കി തന്നരേ, ನನ್ನ ನಿಯಮத்தை പൂർത്തിയാക്കി തന്നരേ, ദീനുൽ ഇസ്ലാം ഇത് ദീനി എന്ന നിലയിൽ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നരേ. അള്ളാഹു നബി അത് നബി അള്ളാഹുലി വഹി വന്ന അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി പോയി. നിങ്ങൾ കല്ല് വയ്ക്കത്ര ജാഗയും ഒരു പുതിയ ദിക്ർ കൊമ്പണ്ടേ, ഒരു പുതിയ സ്വലാത്ത് കൊമ്പണ്ടോ, പുതിയൊരു ആചരണ കൊമ്പണ്ടോ, പുതിയൊരു വിശ്വാസം കൊമ്പണ്ടോ, അതിന് ബേക്കും ജാഗ്രത ഇല്ല, കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് പുതിയതാറ് കൊന്നെങ്കിൽ അതിൽ തിരസ്കരിക്കും. ഇനൊരു ഹദീസിൽ ചെണ്ട് മൻ അമീല അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ഈ ദുനിയാവുന്നു ഈ ദീനിന്റെ ഉൾഗ ഈ ദീനുകൾ മൻ അമില അമലൻ ഒരു അമല് കൊന്നെങ്കിൽ ഒരു അമലാക്കി ഓർത്ത ആക്കിയ ലൈസ അലൈഹി അംറുനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ കൽപ്പന ഇല്ലത്, നബിയുടെ പഴക്കത്തിലില്ല, നബിയുടെ പ്രവൃത്തിയിലില്ല, നബിയുടെ മൗനാനുവാദത്തിലില്ല. ഇതായിട്ട് സുന്നത്ത്. ഒന്നാം ഫിഅല്, അല്ലെങ്കിൽ ഖൗല്, അല്ലെങ്കിൽ തഖരീർ. ഇത് മൂന്നിലും വന്നിട്ടില്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് നിങ്ങൾ തിരസ്കരിക്കണം, അതിൽ റദ്ദാക്കണം. ഞാൻ പോണ്ടതിന് ഗുണവർണ്ണിക ചെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുന്നേ പഠിപ്പാടി പോയി. പിന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് പുതിയത്, പിന്നെ എന്തൊക്കെ വേണം ഞങ്ങൾക്ക് ഈ സഫർ തിങ്കളുടേത് ആവട്ടു, അല്ലെങ്കിൽ വേറെല്ല അനാചാരം ഉണ്ട്. എവിടത്തോളം ചെന്ന് പുതിയ പുതിയ ഹദീസുകൾ വന്നരാൾ ഈ സഫർ തിങ്കളുടെ ഇങ്ങനത്തെ വിഷയം ഉണ്ടോ ചെന്നിട്ട് പഠിപ്പാട്ടും അപശപ്പനുണ്ടോ അല്ല വേറെന്തോ ചെന്ന് ദുർബലമായ മൗതുവായ കെട്ടുണ്ടാക്കി ഹദീസ് കൊണ്ടുവരാൻ. അതിലൊരു ഹദീസ് എത്തിക്കര് മൻ ബശ്ശറനി ബിഖുറൂജി സഫറ ബശ്ശർതുഹു ബിൽ ജന്ന. സഫർ തിങ്കള് തീർന്നതിന് ചെല്ലതായ ശുദ്ധി ആ വിഷയ
நக்கார் தெரிப்பாற்றாரு, அவனுக்கு நான் சொர்க்கத்தை சுபவார்த்தை கொடுக்குறேன். ഈ ഹദീസ് മൗദൂആയിട്ട് കെട്ടി ഉണ്ടാക്കിയ ഹദീസ്. ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയ ഹദീസില് യൂട്യൂബിലും വാട്സപ്പിലും ചെന്നിട്ട് പോലീസ് ചെന്നിട്ട് ആലന്മാർക്ക് പഠിപ്പായിട്ട് കൊടുത്തതല്ല. ഇത് പുതിയ പണ്ട് റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണ വിഷയ എത്രമായില്ലാത്ത ഹദീസുകൾ, കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ, ദുർബലമായ ഹദീസുകൾ ചെന്നിട്ട് ആ നബിയുടെ ജന്മദിനാചരണ പോലീസ് ചെല്ലാറ്. ഇങ്ങനെയായി സ്വഹിയായ ഒരു പ്രമാണത്തെ ബെമ്പലയില്ലാണ്ട് ഈ ആലന്മാർ ആ മനുഷ്യന്മാരെ സമുദായത്തോ ശിർക്കും വിദഅത്തും നരകത്തിൽ എത്തുമാട്ടം. ആഖിറത്തില് ಕಂಗಾಲಾವ್ರ ಅವಸ್ಥೆ ಉಂಟು, ಟೆನ್ಷನ್ ಅವ್ರ ಅವಸ್ಥೆ ಉಂಟು. ಎಂದ ಟೆನ್ಷನ್ ಹಾಕರು, ನಾನಂತ ಆಳಮಾರೆ ಚಂಗಾಯಿ ಪಾಡಾಕ ನಿನ್ನ ಎತ್ತರ ನಲ್ಲಿಂತಿ, റസൂൽ കാട്ടിയ മാർഗത്തെ സ്വീകരിച്ച എത്ര നല്ലിന്തി, ഞാൻ അവന്റെ അടുത്ത് പോവാണ്ട് എത്ര നല്ലിന്തി. യുവക്കന്മാരില്ല നിസ്കരിക്കാണ്ട് റോഡ് ചുറ്റുന്നതായി അങ്ങയും അതേപോലെ നാളെ കിയാമത്തിന്റെ കങ്കനാകൊണ്ടു അവന്റെ ഒരു ചെങ്ങായ പിടിച്ചിട്ട് ആ ചെങ്ങായ പോയ നിസ്കാരത്ത് ഫണ്ടി പണ്ടില്ല, ഇബാദത്തില്ല, അള്ളാഹുര് ആരാധനയില്ല, ദിക്റസ്കാറില്ല, സ്വബൈക്ക് പാങ്കൊടുക്കുമ്പോൾ കൂർക്ക വെച്ച് ഉറങ്ങുകാറ്. അങ്ങനത്തെ ബാല്യക്കാരും അല്ലാത്തവയും അർത്ഥാക്കണം. നാളെ ഞങ്ങൾ ആര് ചെങ്ങൈപ്പാട് പിടിച്ചിരാനാ ആ വിഷയത്തിൽ കങ്കാലാവുകൊണ്ടു. ശിർക്കൽ വിഷയത്തിൽ ആര് ചെങ്ങൈപ്പാട് പിടിച്ചിരാനാ അവന് ചെന്ന പോലെ അവന്റെ പേരോട് പോയിട്ടുണ്ടെങ്കിൽ അവന് ചെന്ന പോലെ, ആ മുസ്ലിയാർ ചെന്ന പോലെ, ആ മുല്ല ചെന്ന പോലെ അതേക്ക് കറക്റ്റ് അന്നാക്ക് തൊടാണ്ട് മുളുങ്ങരങ്ങുള്ളാറ്. ഖുർആനും ഹദീസിനും പ്രമാണം ഇല്ലാത്ത ഏതൊരു ആചരണയും ഞങ്ങൾ ആക്കിയെങ്കിൽ ആഖിറത്തിന് ഒരിക്കലും ബച്ചവാകും സാധ്യയില്ല എന്ന ഹക്രെ ഞങ്ങളുടെ മനസ്സിലാക്കണം. അതേപോലെ എന്തെങ്കിലും ഒന്ന് കോൾ തന്നാൽ വിചാരിക്കാരും ഒന്ന് ചെന്നാൽ അതിൽ ഞങ്ങൾ പരിശീലനാക്കാൻ നോക്കുക, എടുക്കുക തീറ. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. നിങ്ങളോട് ഒരു ഫാസിഖ് ഒരു വിഷയം കൊണ്ടുതന്ന, ഏത് വിഷയമാവട്ടെ, ശിർക്കിന്റെ വിഷയമാവട്ടെ, വിദഅത്തിന്റെ വിഷയമാവട്ടെ, തൗഹീദ് വിരുദ്ധമായതാവട്ടെ, ഒരാൾക്ക് മനസ്സിൽ നൊമ്പലാക്കുന്നതാവട്ടെ, ഏത് വിഷയം കൊണ്ടും ഫതബയ്യനൂ, നിങ്ങളതിനെ വ്യക്തമാക്കണം, പരിശീലനാക്കണം. ശരിയാ തപ്പാൻ അതെല്ലാം ഞങ്ങൾ ആർക്കും വാട്സപ്പിൽ കടത്തും പോണ്ട, സോഷ്യൽ മീഡിയയിൽ കൊടുത്തും പോണ്ട. ബായ് കൊണ്ട് ഇന്നത്തെ എത്തുപാട്ടം വേണ്ട, പരിശീലനാക്കിയ പിന്നെ എത്തുപാട്ടണോ. അള്ളാഹു അങ്ങനത്തെ ആളന്മാരൊട്ടു ഞങ്ങളെ സേർപ്പാടിക്ക് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുമുണ്ടെങ്കിലും അള്ളാഹു അല്ലാണ്ട് ആ ബുദ്ധിമുട്ടോ ആ തൊന്തര ദൂരാക്രമണം ആരുമില്ല. എന്ത് മുഷ്കിൽ വന്നതും ദൂരാക്രമണം അള്ളാഹു വൈത്തിക്കറ. ഞങ്ങൾക്കൊരു ഖൈർ വന്നെങ്കിൽ ആ ഖൈർ വിഷയത്തിൽ അള്ളാഹു എല്ലാവർക്കും സർവശക്തനായിട്ടിക്കറാം, സാമർത്ഥ്യമുള്ളവനായിട്ട്. അള്ളാഹു അല്ലാണ്ട് അത് ദൂരാക്കാൻ സാധ്യത. ഖൈർ വന്ന ഖൈർ അള്ളാഹ് തണ്ടോ. ഇങ്ങനത്തെ ഒരു ഔലിയക, ഇങ്ങനത്തെ ഒരു പുണ്യപുരുഷക, ഇങ്ങനത്തെ ഒരു ജ്യോതിഷക, ഇങ്ങനത്തെ ഒരു മന്ത്രവാദിക ഞങ്ങൾക്ക് വേണ്ട ഖൈർ തടയാൻ സാധ്യമില്ല, ഞങ്ങൾക്ക് വേണ്ടതായ ശർറ തടയാൻ സാധ്യമില്ല എന്ന് നിഷ്കളങ്കമായ വിശ്വാസം മുഅ്മിനീങ്ങളൊട്ട് ഉണ്ടാവണം. അള്ളാഹു അത്രയും നല്ല ആലന്മാരൊട്ട് ഞങ്ങളെ സേർപ്പാടി അനുഗ്രഹിക്കട്ടെ. ഒരു വിഷയം ധരിച്ചെന്നെങ്കിൽ അതിന്റെ ഖുർആൻ ചെറിയ യോജന ഉണ്ട്. SKSM 18 ಹಂತ നടന്ന് 18ാമത്തെ ഹന്തത്തിൽ 17 ഹಂತ തീർന്നിട്ട് 18ാമത്തെ ഹന്തത്തിലുണ്ട്. ഫസ്റ്റിലിങ്ങ നിസ്കരിച്ചു പോകുമ്പോൾ കിതാബുണ്ട്, അതിൽ ഇംഗ്ലീഷിലുണ്ട്, കന്നഡത്തിൽ ഒരു ജുസുര് 2 സൂറത്ത്, സൂറത്തുൽ മോമിനൂൻ, സൂറത്തുൽ ഹജ്ജ് ഉള്ള 2 സൂറത്തില് തഫ്സീറിന ആ ശബ്ദാർത്ഥങ്ങൾ എല്ലാത്തിനും ഈ പട്ട நீங்க எழுதியா போயப்பட்ட, அதாவது 17ാമത്തെ ഹന്ത உட சென்ட்ரித்து நெக்ஸ்ட் 76 സംഖ്യയിൽ ഖുർആൻ പഠിക്കുന്ന ഒരു യോജന ഇട്ടിട്ട് ഖുർആൻ ചെല്ലുന്നത് അള്ളാഹു മുട്ട വലിയ സ്ഥാനമാനുള്ള കിതാബ്. ഒരക്ഷരം മതി 10 കൂടിയിട്ട് ഖുർആൻ പഠിക്കണമെങ്കിൽ നിസ്സാൽ ചെന്നോ അള്ളാഹു സ്വന്തക്കാരായിട്ടിരിക്കണം. ഖുർആൻ പഠിക്കുന്നത് അള്ളാഹുവിന് സ്വന്തക്കാർ ഇഷ്ടപ്പെട്ട ദുനിയാവ്. ഖുർആൻ പഠിക്കുന്നതേ പഠിപ്പാട്ടൻ നിങ്ങൾ ബെസ്റ്റ്. നാളെ ഖിയാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ആലന്മാർ ഈ ഖുർആന്റെ തന്റെ കോമുണ്ടല്ലേ ഈ ഖുർആനെ അവഗണിച്ചു വിട്ടാറ്. ആ കാറ്റഗറി പെടാണ്ടിക്കും ഖുർആൻ പഠിக்கிறാവും.
ഖുർആനുമായിട്ടുള്ള സംബന്ധം എല്ലാം ഹൈറായിട്ട് ഖുർആൻ ഓതുന്നതും ഹൈ, ഖുർആൻ പഠിക്കുന്നതും ഹൈ, ഖുർആന്റെ കേട്ടിട്ട് മനസ്സിലാക്കുന്നതും ഹൈ, ഖുർആന്റെ ക്ലാസ് നയിക്കുന്നതും ഹൈ, ഖുർആനെ നോക്കിയിട്ട് പഠിക്കുന്നതും ഹൈ. ഏത് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും എനിക്ക് എന്തില്ല, ലോസില്ല. ആ ടൈം അല്ലാഹു പ്രതിഫലം തന്നെ. ആ ജാഗ അള്ളാഹുക്ക് സാക്ഷി നിൽക്കുന്ന ഇതാ ഈ ജാഗ ഖുർആൻ പഠിച്ചതാക. അത് ഈ 18ാമത്തെ ഹന്തത്തെ ഈ എക്സാമുകു നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആക്കും. ഡിസംബർ ടൈം ഉണ്ട്, 4 തിങ്കൾ ടൈം ഉണ്ട്. ഡിസംബർ 20 എക്സാം. ഇപ്പൊ ബുക്ക് എടുത്ത് ഡെയിലി 2-3 പേജ് ഓതിട്ട് അതിന് പ്രിപ്പയർ ആവും, റെഡി ആവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്ന വിഭാഗത്തിൽ നിങ്ങൾ എല്ലാവരെയും സേർപ്പാടിത്ത് അനുഗ്രഹിക്കണം. അതേപോലെ ഒരു കിടാവ് ഉഷാറില്ലായിട്ട് ഇവിടെ റിക്വസ്റ്റ് ആക്കിയ ദ്വാരക്ക് ഞങ്ങളെ ഷെരീഫാക്കറെ എലവന്റെ ഇസ്മാലാക്കർ കിടാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കിടാവ് ആയത്തെ ഷിഫാവും ആജിൽ കൊടുത്തിട്ട് കാമിലായ ആജിലായ ഷിഫ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എത്ര വേഗം കിടാവ് ആരോഗ്യം ഉണ്ടായിട്ട് ആ ഫാമിലിക്ക് സന്തോഷത്തോട് വാർത്തകൾ അള്ളാഹു കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ആരെല്ലാം അങ്ങനെ മക്കയും വലിയങ്ങയും സീക്ക് ബാധിച്ചിട്ട് കഷ്ടപ്പെട്ടെന്നുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും സീക്കറയും എത്ര വേഗം ഷിഫ കൊടുത്തിട്ട് കാമിലായ ആജിലായ ഷിഫ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഒരു പണ്ഡിതനായിട്ടുള്ള റഫീഖ് സാസ്താൻ മദനി, അയാൾ ഹോസ്പിറ്റലിൽ 14 മിനിറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്കും ആരോഗ്യത്തെയും ആഫിയത്തിനെയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അയാൾ സീക്കർ അള്ളാഹു ദൂരാക്കിയിട്ട് അയാൾക്ക് ആരോഗ്യത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ നിന്നിട്ട് ആരെല്ലാം സീക്ക് ബാധിച്ചിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടുള്ള എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സീക്കർ ദൂരാക്കിയിട്ട് നല്ലൊരു അവസ്ഥ കൊടുത്തു അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയുള്ള ഞങ്ങൾ നിന്നിട്ട് ഞങ്ങൾ ഉമ്മമാർ, ഞങ്ങൾ അബ്ബമാർ, ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, ഞങ്ങൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഞങ്ങൾ എല്ലാ മനുഷ്യന്മാർ മരണപ്പെട്ടു പോയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും ഖബറെ വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങ് പരലോക ജീവിതത്തെ അള്ളാഹു വെളിച്ചാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين دمر اعداءنا واعداء الدين. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.